ശ്രീ സുരേഷ് ബാബു, മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സമയത്ത് അനുമതി നൽകിയതായിരുന്നു, അവതരിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. അതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് എന്തേ ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാതിരുന്നത്? മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മറുപടി നൽകേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം, അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും ഇത്രയും വലിയൊരു വിഷയം, അതും ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് കവർച്ച നടന്നിട്ടും എന്തുകൊണ്ട് ഇന്ന് നിയമസഭയിൽ ഒരക്ഷരം പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല? സംശയങ്ങൾ ബലപ്പെടുകയാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. എനിക്ക് ഈ കാര്യത്തിലൊരു ചെറിയ സംശയമുണ്ട്. ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നോ? അത് അനിൽ തമ്പ്യാർ ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ടോ? എനിക്കറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ചോദ്യോത്തര വേളയിൽ തന്നെ നോട്ടീസും ഇല്ലാതെ ഒരു തരത്തിലുമുള്ള മെൻഷനിങ് ഇല്ലാതെ അല്ല, അതാണ് താങ്കൾ പറഞ്ഞാണ് ശരി. താങ്കൾ പറയാണ് ശരി. പക്ഷേ നോക്കൂ, ഈ ഇങ്ങനെ അല്ല അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം, ചർച്ച ചെയ്യേണ്ട വിഷയം, നിയമസഭ കൂടുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ഇന്നാണ് ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു പ്രസ്താവനയെങ്കിലും, ചോദ്യോത്തര വേളയിലാവട്ടെ, ഒരു പ്രസ്താവനയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? അപ്പം നോക്കൂ, സർക്കാരിന് ശബരിമലയോടുള്ള സമീപനം എന്താണ് എന്ന് കൂടുതൽ വെളിപ്പെടുകയല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കും. പ്രതിപക്ഷ നേതാവിന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും, കാരണം ഇടക്കാല ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാം. അതല്ല കോടതിയുടെ പരിഗണനയിലാണെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തെക്കുറിച്ച് സാധാരണഗതിയിൽ നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ല. അതിരിക്കട്ടെ, അവിടെ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട സെന്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ പ്രതീക്ഷ നൽകുന്ന കുറേ വിവരങ്ങളാണുള്ളത്. ഒന്ന്, ഇത് അനിൽ തമ്പ്യാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ചുരണ്ടിയെടുക്കാൻ കഴിയില്ല. അത് ഒരു പ്രോസസ്സിലൂടെ, ആനോഡും കാത്തോഡും കൂടി വെച്ചുകൊണ്ടുള്ള പ്രോസസ്സിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന് ആണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കവർച്ചകളുടെ രൂപഭാവങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം അതേതെങ്കിലും ഒരു പ്രത്യേകമായ ലാബോറട്ടറിയോടുകൂടിയ സംവിധാനത്തിൽ വെച്ച് മാത്രമേ അടർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അവരെ പിടിച്ച് ചോദ്യം ചെയ്താൽ ആര് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു, എവിടെ പോയി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. ചുരണ്ടിയെടുക്കുന്നതിന് ചിലപ്പോൾ സാക്ഷികൾ ഉണ്ടായി എന്ന് വരില്ല. അതാണ് ഒരു വശം. ഇവിടെ വേറൊരു വശം എന്താണ്? നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ എൻ്റെ ഒരു സബ്ജക്റ്റ് ടു കറക്ഷൻ, തിരുത്തലിന് വിധേയമായി ചോദിക്കുകയാണ്. അദ്ദേഹം 2019 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണോ എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നീലിമയാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാധാകൃഷ്ണൻ സാർ ആളല്ല. യെസ്, അദ്ദേഹം കമ്മീഷണർ അല്ല, ഇദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു. റിട്ടയർ ചെയ്ത ആളാണ്. ഇൻസ്പെക്ഷൻ വിഭാഗം ഇൻസ്പെക്ഷൻ ഈ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറായിട്ട് താങ്കൾ പ്രവർത്തിച്ചിരുന്നില്ല അല്ലേ? തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടില്ല. പരിശോധനാ വിഭാഗത്തിന്റെ ഹെഡായിട്ടാണ് റിട്ടയർ ചെയ്തത്.
ഇല്ല പ്രവർത്തിച്ചിട്ടില്ല. എങ്കിൽ ഇല്ല. അല്ല, എനിക്ക് എങ്കിൽ ആ ചോദ്യം അങ്ങയോടില്ല. പക്ഷേ തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന ആള് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലുണ്ടായിരുന്നു. ഞാനും ശ്രീ കുമാറും വളരെ വ്യക്തമായി അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ശ്രീ നമ്പ്യാർ? അദ്ദേഹം പറഞ്ഞത്, ഇത് കൊടുത്തുവിടുന്ന സമയത്ത് ഞാൻ കമ്മീഷണറല്ല, പക്ഷേ തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഞാൻ കമ്മീഷണറാണ്. ഞാൻ മദ്രാസിൽ പോയി, തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പോയി എല്ലാവിധ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അത്തരമൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ആവർത്തിച്ച് ചോദിച്ചത്, നിങ്ങളുടെ ശ്രദ്ധയിൽ ചെന്നൈയിലേക്ക് ഈ ദാരുശില്പം കൊണ്ടുപോകുമ്പോൾ ആ നടപടിക്രമം പാലിച്ചിട്ടില്ല എന്ന വിവരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തിച്ചെങ്കിലും നിങ്ങൾക്ക് അത് ഉത്തരവാദപ്പെട്ട സഭയോട് അങ്ങയുടെ മേലധികാരികളോടോ ദേവസ്വം ബോർഡിനോടോ ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു മാത്രമേ ഇത് കളവ് നടത്താൻ പറ്റുകയുള്ളൂ. 2, ഈ കാര്യത്തിൽ വളരെ വൈദഗ്ധ്യപൂർവമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൊണ്ട് വസ്തുതകൾ പുറത്തേക്ക് വരും. പിന്നെ രാഷ്ട്രീയമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ മറുപടി വരാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രതിപക്ഷത്തിനും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാൻ പറ്റില്ല. കാരണം താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. കാരണം ദേവസ്വം ബോർഡ് മാറി മാറി ഭരിച്ച കൂട്ടത്തിൽ LDF UDF ഉണ്ടല്ലോ. അല്ല, UDF ഭരണകാലത്തും ദേവസ്വം ബോർഡിൽ ഇരുന്നവരും തീവെട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് ഈ വിഷയം ഉന്നയിക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ്. അത് പറയാം. ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കട്ടെ? അതല്ല, അതൊരു വസ്തുതയാണെന്ന്. നോക്കൂ ശ്രീ സുരേഷ് ബാബു, അങ്ങയോട് എനിക്കൊരു ചോദ്യം. നോക്കൂ, അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോ ഈ സാങ്കേതിക വിദഗ്ധൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ലബോറട്ടറി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ലബോറട്ടറിയുടെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ ഇതിന്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നു. എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? ഈ സ്വർണ്ണം ഇവിടുന്ന് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ആള് നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ടല്ലോ. അയാൾക്ക് ഇതിനൊരു കേസെടുത്ത് അന്വേഷണം നടത്താൻ എന്താ ഇതുവരെ തയ്യാറാവുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അവിടുന്ന് കൊണ്ടുപോയതും കൊണ്ടുവന്നതും. ഇയാളിനി ഏത് ലബോറട്ടറിയിലാണ് കൊണ്ടുപോയതെങ്കിൽ ഇയാളാണല്ലോ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള കൊണ്ടുപോയതും കൊണ്ടുവന്ന അയാളാണെന്ന് എനിക്ക് അയാൾക്ക് 20 ദിവസമായിട്ട് ഈ ചർച്ച നടന്നിട്ടും ഒരു കേസ് എടുക്കാൻ എന്തേ തയ്യാറാവത്തില്ല? രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോ ദേവസ്വം മന്ത്രി വാസവൻ അത് ശബരിമലയില് വിജയ് മല്യ സ്വർണം കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയില്ല. അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ചെമ്പാണോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോ ഈ മോഷണം നടത്തിയവരെ സഹായിക്കില്ല അദ്ദേഹം ചെയ്യുന്നത്. അത് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തുകയും അത് സ്വർണം തന്നെയാണെന്ന് ഉറച്ചു പറയുകയും ചെയ്യേണ്ട ആള് അത് ചെമ്പായിരിക്കാമെന്നൊരു അനുമാനം സൃഷ്ടിക്കുമ്പോ മോഷ്ടിച്ചവരെയല്ലേ അദ്ദേഹം സഹായിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞ സംശയങ്ങൾ ബലപ്പെടുകയാണ്. ദേവസ്വം മാത്രമല്ല ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അതിനകത്ത് എന്താ പറയുക നമ്പ്യാർ, ശ്രീ അമ്പട്ടിദാസിൻ്റെ ആർഗ്യുമെൻറ്റിനെ ഞാൻ മാനിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊരു പ്രതലത്തിലാണ്. ഈ പറഞ്ഞ കൊണ്ടുപോയ ആളും കട്ടുകൊണ്ടുപോയ ആളുകളും ഞാനാണ് കൊണ്ടുപോയത് കട്ടുകൊണ്ടുപോയതെന്നൊന്നും അവർ പറയില്ലല്ലോ. അവർ പ്രതികളാണല്ലോ നമ്മുടെ മുമ്പിലല്ല, നിയമത്തിൻ്റെ മുമ്പിലും അവർ പ്രതികളാണ്. ആ പ്രതികളെ ട്രേസ് ഔട്ട് ചെയ്ത് അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പിക്കാൻ പറ്റിയ ഒരു ആയുധം നമുക്ക് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ അവരെ എക്സോണറേറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല. അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവരെ എക്സോണറേറ്റ് ചെയ്യപ്പെടണമെന്നും അവരെ മാറ്റി വെച്ചിട്ട് മറ്റൊരിടത്ത് പോയി ചോദിക്കണം എന്ന അർത്ഥത്തിലേ അല്ല. അവരെ കൂടുതൽ പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ചില പരിഗണനകൾ ഒക്കെ ഇങ്ങനെ പരിഗണനകൾക്ക് വിധേയമായിട്ട് ആണ് മാധ്യമങ്ങളോട് പോലും സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അദ്ദേഹത്തോട്
സർക്കാർ പുലർത്തുന്ന ആ ഒരു സമീപനം അല്ല അതെ അതെ അല്ല അത് അതിന് നോക്കൂ, അതിനോട് ഞാൻ ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കുന്നില്ല. ചർച്ച അതിനോട് ചെയ്തിട്ട് ഞാൻ- പോലും കേട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല അതിനോട് മാധ്യമങ്ങളെ ഞാൻ കാണുന്ന ഒരു VIP പ്രതികരിക്കുന്നില്ല. പോലെ കാരണം മാധ്യമങ്ങളോട് തർക്കിക്കുന്നു. എന്തിനാണ് ഇതിനൊക്കെ ഇടവരുത്തുന്നത്? ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, ഇതിന്റെ ഒരു നാൾ വഴികൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ അറിയാം. ഇയാൾ പ്രതിസ്ഥാനത്ത് ഉറപ്പാണ്, ഇയാൾ ഉണ്ടാവും, ഒന്നാം പ്രതിയായിട്ട് ഇയാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുള്ളിക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ നൽകുകയാണ് ഇപ്പോഴും. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല സാർ. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. കേസ് രജിസ്റ്റർ എന്തുകൊണ്ട് ഒരു FIR പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. FIR ഇട്ട് അല്ല എന്തുകൊണ്ട് FIR ഇട്ടില്ല? FIR ഇട്ടിട്ട് ചെയ്യണം എന്നുള്ളത് ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് വക്കീലെ, എല്ലാം ആ ഹൈക്കോടതിയുടെ കാര്യങ്ങൾ തീരുമാനത്തിന് വിധേയമായിട്ടാണോ നടപ്പാക്കേണ്ടത് ചെയ്യുന്നത്? എന്നുള്ളത് ആണോ? ഇന്നത്തെ തീരുമാനം എല്ലാം വന്നു. ഹൈക്കോടതിയുടെ ഇന്ന് തീരുമാനത്തിന് കോടതി- വിധേയമായിട്ടാണോ ചെയ്യുന്നത്? എല്ലാം ഹൈക്കോടതിയുടെ അല്ല എന്തെങ്കിലും ഒന്ന് ഇംഗിതത്തിന് ചെയ്താൽ വഴങ്ങിയാണോ അതാണല്ലോ. ചെയ്യുന്നത്? ആണോ? എന്തെങ്കിലും ഇപ്പൊ ഒന്ന് ഇങ്ങനെ ചെയ്താൽ അതാണല്ലോ. മര്യാദക്കാരായിട്ട് അതല്ലെങ്കിൽ- അഭിനയിക്കല്ലേ പ്ലീസ്. ഇപ്പൊ അതല്ല, വലിയ മര്യാദക്കാരായിട്ട് അഭിനയിക്കല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ കാര്യത്തിൽ അനാവശ്യമായ തർക്കം ഉന്നയിച്ചാൽ പ്രതികൾക്ക് രക്ഷ നേടാനുള്ള സൗകര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പ്രതികൾക്ക് രക്ഷ നേടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചാനൽ ചർച്ചകളിലൂടെ വരുന്ന അഭിപ്രായങ്ങളെ വെച്ചുകൊണ്ട് പോലീസ് അധികാരികൾ നടപടിക്രമങ്ങൾ നടത്തുന്ന സ്ഥിതി വരണം. അതുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ നിർദ്ദേശത്തിലൂടെ കാര്യങ്ങൾ കടത്തുന്നതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാകും. ഒരു തരത്തിലുമുള്ള ഈ കാര്യത്തിൽ കളവ് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളും ഈ പ്രതിപട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും അത് രക്ഷ നേടുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. ഭരണകൂടം അതിൽ പ്രതിജ്ഞാബദ്ധവുമാണ്.